എല്ലാവർക്കും അത്താശംസകൾ. വർണ്ണങ്ങളുടെ പൂക്കൾ എല്ലാവരും നിറഞ്ഞു കേട്ടോ. പൂക്കൾ വിടർന്നു എന്ന് പറയുന്നില്ല, പൂക്കളുടെ കടകൾ പലവിടെയും തുറന്നു. ഇനി മത്സരങ്ങൾക്കുള്ള പൂക്കളും നിങ്ങളുടെ വീട് അലങ്കരിക്കാനുള്ള പൂക്കളും എല്ലാം കടകളും ആവശ്യം പോലെ എല്ലാവരുടെയും നടന്നു. ഇതൊരു കൊടകര എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലുള്ള എത്രയോ പൂക്കടകളാണുള്ളത്. പൂവിനൊക്കെ നല്ല വിലയുണ്ട്. പൂവിൻ്റെ വില തന്നെ ഇവർ തന്നെ പറയും. അടിപൊളിയാണ്, നല്ല പൂക്കളുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള പൂക്കളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. എന്നാലും കണ്ണിനും മനസ്സിനൊക്കെ കുളിർമ നല്ല പൂക്കൾ. ഇത്രത്തോളം വിഷമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. എന്നിരുന്നാലും ഉപയോഗിക്കുന്നവർ അല്പം അകലം സൂക്ഷിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ. കൊച്ചു പിള്ളേരൊക്കെ പ്രത്യേകം സൂക്ഷിക്കുക. മരുന്നുണ്ടാവും, വാടാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഈ പൂക്കൾ എല്ലാ കവലകളിലും നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. 50 രൂപ വരെ കിട്ടും, അല്ലാതെയും കിട്ടും. തീർച്ചയായും നിങ്ങളെല്ലാവരും ഓണത്തിനെ വരവേൽക്കാനായിട്ടുള്ള അത്തത്തിന് അലങ്കരിക്കുക. നിങ്ങളുടെ അഭിപ്രായം പറയുക. അടിപൊളി പൂക്കൾ. ഓക്കെ, എൻജോയ് ദ ലൈഫ്. ഇതിവിടെ നമ്മൾ ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്നത് 150 രൂപയ്ക്കാണ്. 150 രൂപയ്ക്കാ ഇത് കൊടുക്കുന്നത് 450 രൂപയ്ക്ക് കിലോ. റോസ് കൊടുക്കുന്നത് 400 രൂപയ്ക്ക്. അരളി കൊടുക്കുന്നത് 500 രൂപയ്ക്ക് കിലോട്ടാ. ഇത് കൊടുക്കുന്നത് 500 രൂപയ്ക്ക് കിലോ. വാടാറ് ഡിമാൻഡുള്ള മീനാണ്. വാടാറ് ഇവിടെ കേരളത്തിൽ പൂക്കൾക്ക് ഇനിയും വില കൂടും കേട്ടോ. പൂക്കൾക്ക് തുടക്കത്തിലത്തെ വിലയായിരിക്കില്ല, ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. എന്നാലും 3-4 ദിവസമൊക്കെ നമുക്ക് പൂക്കൾ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കേണ്ടത് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ തന്നെ സൂക്ഷിക്കണം. അങ്ങനെയുള്ള ഭക്ഷ്യവിഭവങ്ങളോടൊന്നും ടച്ച് ചെയ്ത് വയ്ക്കില്ലേ. വെടികളല്ല ഇതെല്ലാം. വിഷത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ വരാൻ സൂക്ഷിച്ചാൽ നല്ലതല്ലേ. റേറ്റാണോ ഇങ്ങനെ? 2 മല്ലിക്ക് 200 എത്രയാ? 250. ഇത് ഡെയിലി പോയി എടുക്കുന്ന